ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ഒരു പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, നിൻ്റെ ആദ്യ ഭാര്യ വിളിച്ചിരുന്നു, അവളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന എന്നൊക്കെയാണ് പറയുന്നത്. എന്താ നമ്മളിനി ചെയ്യുക? ഇതൊക്കെ കരുണ അറിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന ഉണ്ണിമോനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ എല്ലാം പറഞ്ഞ് നമ്മൾ സെറ്റിൽ ചെയ്തില്ലേ അമ്മയെ പണ്ട്, പിന്നെ എന്തിനാ അവൾ വീണ്ടും എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് കരുണ വരുന്നത് കാണുന്നുണ്ട് ഉണ്ണി. അപ്പോൾ എന്താ ഇവിടെ സംസാരിക്കുന്നത്, എന്താ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കരുണ ഓൾറെഡി എല്ലാം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ഉണ്ണി സത്യം പറയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് ആ മഹാലക്ഷ്മിയെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, നിങ്ങളെന്നെ അങ്ങ് മണ്ടിയാക്കാതെ കേട്ടോ, ഞാൻ എല്ലാം മാറുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ആദ്യ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. എന്തിനാ ഉണ്ണിയേട്ടാ എന്നെ ചതിച്ചത്? നിങ്ങളെ ഞാൻ അത്രയും സ്നേഹിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ എന്തിനൊരു വിഡ്ഢിയാക്കിയെന്നൊക്കെ നമ്മുടെ കരുണ ചോദിക്കുമ്പോൾ ഉണ്ണിയും ദുർഗയും അയ്യോ ഈശ്വര എല്ലാം ഇവൾ കേട്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ കരുണയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഉണ്ണിക്ക് പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഉണ്ണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നീ എന്നെ മനസ്സിലാക്കണം കരുണേ, അബദ്ധവശാൽ നിന്നോട് പറയണമെന്ന് എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, എന്നാലും പറയാം എനിക്ക് പറ്റിയില്ല കരുണേ. നിന്നോട് ഞാൻ എങ്ങനെയാണ് പറയുക? നീ ഒരു ഗർഭിണിയല്ലേ, നിനക്ക് വിഷമം വരുന്നൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്തെല്ലാം മറിച്ച് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് വന്നപാടെ ഈ ഗർഭം കൊണ്ടല്ല ഉണ്ണിയേട്ടാ വന്നത്, ഇവിടെ വന്നിട്ടാണ് ഞാൻ ഗർഭിണിയായത്. അതിൻ്റെ മുന്നെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ, എൻ്റെ അച്ഛനോടെങ്കിലും നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാമായിരുന്നു, നിങ്ങൾക്കൊരു കല്യാണം കഴിഞ്ഞതാണ്, ആദ്യ ഭാര്യ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഉണ്ണിയേട്ടാ, എന്തിനാ എന്നെ ചതിച്ചതെന്നൊക്കെ കരുണ ഇങ്ങനെ സങ്കടത്തോടെ നമ്മുടെ ഉണ്ണിയെടുത്ത് ചോദിക്കുന്നുണ്ട്. ചിലപ്പം ഇതായിരിക്കുമല്ലേ നമ്മുടെ കരുണയുടെ ഏറ്റവും വലിയൊരു ശിക്ഷയായിരുന്നേ. കാരണം കരുണ മഹാലക്ഷ്മിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളതാണ്. എന്നാൽ മഹാലക്ഷ്മിയെ ദ്രോഹിച്ചതിന് ഇതുവരെയായിട്ടും കരുണയ്ക്ക് യാതൊന്നും ശിക്ഷയായിട്ട് ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതായിരിക്കും കരുണയുടെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ. അതിനുശേഷം കരുണ സ്വന്തം വീട്ടിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. തൻ്റെ കള്ളനായ ഭർത്താവിൻ്റെ കുഞ്ഞിനെ തനിക്കിനി വേണ്ടാന്നും തൻ്റെ ഭർത്താവിനെയും തനിക്കിനി വേണ്ടാന്നൊക്കെ ദുർഗയോടും കണ്ണനോടും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ണിയോട് നമ്മുടെ കരുണ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, നീ ഒന്നും മനസ്സിലാക്കുക കരുണേ, നീ ഇങ്ങനെ എടുത്തുചാടി ഒന്നും ചെയ്യാതെ നമ്മുടെ കുഞ്ഞില്ലേ നിൻ്റെ വയറ്റിൽ വളരുന്നത്, അത് നീ മനസ്സിലാക്കുക. അപ്പോൾ ഉണ്ണിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ എത്ര കുഞ്ഞുണ്ടാവും എത്ര ഭാര്യ ഉണ്ടാവും എന്നൊക്കെ കണക്കെടുക്കലല്ല എൻ്റെ പണി. എനിക്കെന്തായാലും രണ്ടാം ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാൻ തീരെ താല്പര്യമില്ല ഉണ്ണിയേട്ടാ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് റൂമിലോട്ട് പോയിട്ട് തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ് നമ്മുടെ കരുണയാണെങ്കിൽ. ഉണ്ണിയാണെങ്കിൽ പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും പോകാൻ പാടില്ല, നമുക്ക് എന്തായാലും സംസാരിച്ച് തീർക്കാം കരുണേ, സംസാരിച്ച് തീർക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയുടെ മുഖത്തോക്കി പറഞ്ഞിട്ട് നമ്മുടെ കരുണയാണെങ്കിൽ കമലേശ്വരം വീണ്ടും പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തം വീട്ടിലോട്ട് എത്തുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് ചോദിക്കുന്നത്, എന്താ മോളെ വിവരം അറിയിക്കാതെ വന്നത്, എന്തു പറ്റി? എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ണിമോൻ എവിടെ? ഉണ്ണിമോനെ കാണാനില്ലല്ലോ. അപ്പോൾ ഉണ്ണിമോനോ, അങ്ങനെ പറ്റി എന്നോട് ഇനി സംസാരിച്ച് പോകരുത് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നത് പ്രതാപൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ കേട്ടോടൻ്റെ പ്രതാപൻ കരുണയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് പ്രതാപ, നീ ഒന്ന് അവളുടെ അടുത്ത് പോയി ചോദിക്കുക, വാ നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, മുത്തശ്ശി അയാളെന്നെ ചതിക്കായിരുന്നു, അയാൾക്ക് വേറെ ഭാര്യയൊക്കെ ഉണ്ട്, അയാളാണെങ്കിൽ അയാളുടെ അമ്മയോട് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, എനിക്ക് ഇനി വയ്യ അയാളുടെ കൂടെ ജീവിക്കാൻ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി വയ്ക്കുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നത്, എന്തൊക്കെയാണ് നീ പറയുന്നത്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എൻ്റെ മോളെ അവൻ ചതിക്കാനോ, ഉണ്ണിമോൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ. കരുണ പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, എനിക്കെന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാൻ വയ്യ, അയാളുടെ കുഞ്ഞിനെ എനിക്കിനി വേണ്ട. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് അടങ്ങ്, മുത്തശ്ശി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപ് പറയുന്നുണ്ട്, അമ്മേ അവൾ പറയുന്നത് ശരി തന്നെയാണ്, അവനെ എന്തായാലും നമുക്ക് വേണ്ട, അവനെ ഞാൻ ലോറി ഇടിപ്പിച്ച് എന്തായാലും കൊല്ലും, എൻ്റെ മോളെ ഇവൻ ഇങ്ങനെ കണ്ണീരാക്കിയതിന് അവനെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവൻ്റെ കുഞ്ഞിനെയും കൂടെ നമുക്കങ്ങ് കൊന്നു കളയാൻ പ്രതാപ, അല്ലാതെ അവൻ്റെ കുഞ്ഞിനെ എന്തിനാണ് നമ്മളുടെ മോള് ചുമക്കുന്നത്, അവനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞ് കരുണ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അയാൾ എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ സ്റ്റേഷനിൽ കിടക്കണം, അയാൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല എന്നൊക്കെയാണ് കരുണ മുത്തശ്ശിയോട് പറയുന്നത് തന്നെ. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ കേട്ടില്ലേടാ പ്രതാപ നമ്മുടെ മോള് പറയുന്നത്, അതുപോലെ തന്നെ പോയി അവളെ നീ വിഷമിപ്പിക്കരുത് പ്രതാപ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി പോലീസ് സ്റ്റേഷനിലാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് കരുണ കൊടുത്ത പരാതിയിലാണ് തന്നെ അറസ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ പ്രതാപനെ ഭയങ്കരമായിട്ട് വിവരം അറിയിക്കുന്നുണ്ട് വാമദേവനും മേഘനാഥനും ഒക്കെ.
അങ്ങനെ കേസ് പിൻവലിക്കാൻ പറയുന്നുണ്ടെങ്കിലും പ്രതാപൻ പറയുന്നുണ്ട് എനിക്കത് സാധ്യമല്ല, എൻ്റെ മോള് കൊടുത്ത കേസാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ പ്രതാപൻ പറഞ്ഞ കേസിൽ നിന്ന് നമ്മുടെ വാമദേവനും മേഘനാഥനും ഉണ്ണിയെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. ഉണ്ണിയോട് പറയുന്നുണ്ട് നിൻ്റെ ആദ്യ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞല്ലേ, ഇനിയിപ്പോൾ നിൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലാണുള്ളത്, അത് നീ സൂക്ഷിച്ചോ, അതിനെ എങ്ങനെയെങ്കിലും അവർ കൊല്ലാനേ നോക്കത്തുള്ളൂ, നീ എന്തായാലും അവളെ ഇന്ന് തന്നെ പോയി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്നൊക്കെ പ്രതാപൻ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ മേഘനാഥൻ ഉപദേശിക്കുകയാണ് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇനി ഒന്നും കേൾക്കില്ല, കാരണം അവളോട് സത്യങ്ങളെല്ലാം ആദ്യമേ പറയാമെന്ന് ഞാൻ വാമദേവനും മേഘനാഥനോടൊക്കെ പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് അവളോടൊന്നും പറയണ്ട, നിങ്ങളുടെ ജീവിതം തകരും, ഇപ്പം എന്തായി എല്ലാം തകർന്നില്ലേ എന്നൊക്കെ ഉണ്ണി നമ്മുടെ മേഘനാഥനോട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രമായിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ.